ഒരു പട്ടിക്ക് 2 ദിവസം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടി വെള്ളം കൊടുത്തതിനെ കാണുമ്പം നന്ദി കാണിക്കും. അതുപോലും ഇല്ലാത്ത ചില വർഗ്ഗങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയുണ്ട്. പ്രത്യേകിച്ചിട്ട് ഈ ചാണകത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം അവൻ്റെ തലക്കകത്തോ അവൻ്റെ ഹൃദയത്തിലോ ഉണ്ടെങ്കിൽ പിന്നെ അവൻ അതിനാക്കണം തരം താഴും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം മനാഫിനെതിരെ അലിഗേഷൻ ഉന്നയിച്ച ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഈ ഈ ഈ എന്താ പറയുക മക്കൾക്ക് വേണ്ടേ? ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് 10-75 ദിവസമായി. അവൻ്റെ ബോഡി കിട്ടിയിട്ട് അതിന് ഇവിടെ സവാഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടില്ല. അതിന് ഉള്ളിൽ തന്നെ നൊന്ത് പ്രസവിച്ച ഒരു അമ്മയടക്കം ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ കല്ല് വെച്ച നുണ പറയാൻ അവർക്കല്ലാതെ വേറെ ആയിരിക്കാൻ കഴിയുക? സ്വാഭാവികമായിട്ട് മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മ മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്താ പറയുക? ഇപ്പം അതൊന്നും പറയല്ല. ഏതായാലും നമുക്ക് മകനെ നഷ്ടപ്പെട്ടു, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്തെങ്കിലും പറഞ്ഞ് അവരെ ഇത് പിന്തിരിപ്പിക്കണ്ടേ? അതുപോലും പിന്തിരിപ്പിക്കാതെ ഈ മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പച്ച കളവ് പറയുക. പിന്നെ അത് മാത്രമല്ല, പിന്നെ അവൻ്റെ ഒരു അടിയൻ എന്ന് പറയുന്നത് അത് അവൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ മതി, സംഖ്യയാണ് അവന്. ആ സംഖ്യസ് അവിടെ കാണിച്ചെന്നേ ഉള്ളൂ. കാരണം മനാഫിൻ്റെ പേര് മറ്റേതായിപ്പോയല്ലോ, അതാണ്. പിന്നെ അവൻ കുറേ ഗീർവാൻ അടിക്കുന്ന കേട്ട് മനാഫ് പണം പിരിച്ചിട്ടുണ്ട്, അതിൻ്റെ തെളിവ് അവൻ്റെ കയ്യിലുണ്ട് പോലും. എടാ നാറി, നീ അങ്ങനെ തിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നീ ബോധ്യപ്പെടുത്തണ്ടേ? നീ വന്ന് പച്ച കളവ് വിളിച്ച് പറയുമ്പോൾ പിന്നെ നീ വലിയ എന്തോ അംബാനിൻ്റെ കൊച്ചുമകനാന്നൊക്കെ എന്നാ നിന്റെ ധാരണ. നീ ആരോ കാശ് കൊടുത്തപ്പോൾ അത് ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഞങ്ങൾ അത്തരക്കാരല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ അത്തരക്കാരനായത് കൊണ്ട് തന്നതല്ല. ആ വിഷമഘട്ടത്തിൽ ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ സ്വീകരിച്ച ശേഷം ഇതുപോലെ വന്ന് നാറിത്ര നിന്നെ കൊണ്ടല്ലാതെ വേറെ ആർക്കടാ പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ എന്നാൽ തരുന്ന ഘട്ടത്തിൽ നീ അത് നിഷേധിക്കണ്ടേ? ആ കാശ് അതും വാങ്ങിച്ച് പെട്ടു അടിച്ചുകൊണ്ട് ഇപ്പം വന്നിട്ട് ഇങ്ങനെ വിഡിത്തം വിളിച്ച് പറയാം ഞാൻ മറ്റേ അംബാനിൻ്റെ കൊച്ചുമകനാണ് ഞങ്ങൾ, അവിടെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ നീ അങ്ങ് വീമ്പളക്കി പറയുമ്പോൾ നീ ഒറ്റ കാര്യം കൂടിയൊക്കെയാണോ? ഇപ്പം ഈ മരണപ്പെട്ട അർജുൻ്റെ ഭാര്യയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി കൊടുത്തിട്ടുണ്ട്. അത് അർഹതയുടെ പേരിലൊന്നും കൊടുത്തതല്ല, മനസ്സിലായത് എനിക്ക്. അത് ഈ ഒരു ഈ ഇൻസിഡൻസിന്റെ ഭാഗമായിട്ട്, ഈ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മരണങ്ങളും പിന്നെ എന്താ പറയേണ്ട അപകട മരണങ്ങളൊക്കെ കേരളത്തിനകത്തുണ്ടായിട്ട് എല്ലാവർക്കും ഇപ്പം ജോലി കൊടുക്കാൻ ഗവൺമെന്റിന് പറ്റുമോ? എന്നിട്ടും അതെല്ലാം ഇല്ലാതെ തസ്തിക ഉണ്ടാക്കിയിട്ട് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. നീ അത്ര വലിയ പവർ പറയുന്നുണ്ടെങ്കിൽ ആ ജോലി രാജിവെക്കാൻ പറയാടോ. ഒരുപാട് വിദ്യാഭ്യാസം പഠിച്ച് PSC ടെസ്റ്റ് എഴുതിയിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിനകത്തുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒരു മാനദണ്ഡവും ഇല്ലാതെ ആ ജോലി കൊടുത്തിട്ടുള്ളത്. എന്നാൽ നീ അത്ര വലിയ കൊമ്പത്തവനാണെങ്കിൽ നീ ആ ജോലി വേണ്ടെന്ന് പറയണം ആദ്യോ. അതൊക്കെ രാജിവെച്ചിട്ടല്ല, അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വന്നിട്ട് ഇതിന്റെ മുമ്പിൽ വന്നിട്ട് ഇളക്കാൻ നിൽക്കുന്നീയൊക്കെ കേട്ടാ. അല്ലാതെ നീ പേര് നോക്കിയിട്ടാണ് നിന്റെയൊക്കെ പ്രശ്നം അല്ലേ? പക്ഷെ കേരളം മുഴുവനായിട്ട് ഈ അർജുൻ ഏറ്റെടുത്തിട്ടുണ്ട്. നീ പറയും വൈകാരികത വെച്ചിട്ട് അങ്ങ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാശുണ്ടാക്കി ഉണ്ട മനാഫിന് ഇപ്പൊ ഇതിന്റെ യൂട്യൂബ് ചാനലിൽ കിട്ടിയിട്ട് വേണം അവർക്ക് ജീവിക്കണ്ടിക്കല്ലേ? അവനായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വസ്തുക്കളും മുതലുകളും അവിടെ ഉണ്ടോ? പിന്നെ വൈകാരികത വെച്ചിട്ട് തന്നെയാണോ നിന്റെ ആ പറയുന്ന അർജുന്റെ പിന്നെ ഭാര്യയ്ക്ക് ഇപ്പം ഗവൺമെന്റ് ജോലി കൊടുത്തത്? അത് കേരളത്തിന്റെ വൈകാര്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാ, അല്ലാതെ പഠിച്ച് PSC ടെസ്റ്റ് എഴുതിയിട്ട് കൊടുത്തതല്ല. അപ്പൊ ആ വൈകാര്യതയുടെ പുറത്ത് കിട്ടിയ ആ ജോലി നീ ആണാണെങ്കിൽ, നിന്റെ മുഖത്ത് ആ മീശയാണ് ഉള്ളതെങ്കിൽ, നീ ആണാണെങ്കിൽ അത് രാജിവെപ്പിക്ക്. അത് വേണ്ടെന്ന് പറ ആദ്യം, എന്നിട്ട് വന്നിട്ട് ഈ കീഴ്വാനടിക്ക് കേട്ടാ. വെറുതെ വച്ച കളവുകൾ തോന്നിയ ഇവനിക്കൊക്കെ മാധ്യമത്തിന്റെ മുമ്പിൽ വലിയ ആളാവാൻ കഴിഞ്ഞിട്ടില്ല. നീയൊക്കെ മനുഷ്യനാണോ? മനുഷ്യൻ നിന്റെയൊക്കെ ഇടയിൽ നിന്ന് ആ പാവം പിടിച്ചവന് പെട്ടെന്ന് അങ്ങോട്ട് പോയത് തന്നെ രക്ഷപ്പെട്ട്. ഇതൊക്കെ ദൈവത്തിന് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര ദൂഷിച്ച മനസ്സ് ഇത്ര എങ്ങനെ കഴിയുന്നടാ നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ പച്ചക്കളവ് പറയാൻ വേണ്ടി? ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നില്ലേ? ഇല്ലേ? ഇപ്പൊ നീയൊക്കെ അവിടെ ആ ബൈറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ അതിനടിയിലെ കമന്റ് ഒന്ന് പോയി നോക്കടാ. ഉളുപ്പുണ്ടെങ്കിൽ ഇന്നൊന്ന് നോക്ക്. ഞാൻ ഈ പറഞ്ഞ ഇന്നലെ തൊട്ട് ഇങ്ങോട്ടേക്ക് ഈ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ കമന്റ് പോയി നോക്കുമ്പോൾ പച്ചത്തെറികളെ ഈ കുടുംബത്തിനേരെ എല്ലാവരും പറയുന്നത്. അതിനകത്ത് ജാതി മത വർഗ വ്യത്യാസം ഒന്നുമില്ലാതെ ചാണകങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്ക്. ഏതോ ഒരു ചാണകം പണി വരുന്നുണ്ടോ നിനക്ക് കേന്ദ്ര ഗവൺമെന്റിന്? എന്തും പൂട വയ്ക്കുക. എന്ത് പണിയാ മനാഫിന് വരേണ്ടത്? ഇവന്റെയൊക്കെ വിചാരം എന്താ? ഈ പറയുന്ന ചാണകങ്ങൾ അങ്ങനെയുള്ളവർ ഇവിടെ ആർക്ക് ജീവിക്കണ്ടാവാ? പോയിട്ട് നിന്റെ സാകെ പോയി പറയടാ. നീയൊക്കെ പണി വരുന്നുണ്ട്, പറി ഇതെന്താ വള്ളരിക്ക പാട്ടണം? ഇതാരാ ഇവര്? നിന്റെ ആരടാ ഇവിടെ? 5 വർഷത്തേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത കള്ള വോട്ടിലെ കൂടി വന്ന് അതിനപ്പുറത്തേക്ക് ഡെക്കറേഷൻ വേണ്ട, മനസ്സിലായ? അതൊക്കെ തീരാൻ വേണ്ടി പോലെ അവസാനിക്കാൻ പോകുന്നതാ. എന്ത് പറയുമ്പോ പണി വരുന്നുണ്ടോ കേന്ദ്ര ഗവൺമെന്റിനോട് അങ്ങനെ എന്ത് ഒലക്കെയാണ് ഈ വ്യക്തികൾ പറയുന്നത്? ഇതെന്ത് ഇന്നലെ ഉണ്ടായ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ?
തമ്മാടത്തെ മുഴുവൻ ചെയ്ത് സന്തോഷമായി ജീവിക്കുന്ന ജനങ്ങളെ തമ്മാമിൽ അടുപ്പിക്കുന്ന ഇതുപോലത്തെ നാണം കെട്ട വർഗങ്ങൾ, ഇതുപോലത്തെ ഇതിനൊന്നും ജന്മത്തിൽ ഇനി ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെ അർജുന്റെ ഭാര്യ, അവർക്ക് എങ്ങനെ കഴിയുന്നു? എന്താ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് മാധ്യമത്തിനൊക്കെ വിളിച്ച് സ്വന്തം ഭർത്താവ് മരണപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ മനാഫിനുള്ള പ്രയാസം ഈ കുടുംബത്തിൽ ആർക്കും ഇല്ല. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കി എത്ര ഇതായിട്ടാണ് ഇവന്റെ സഹോദരി എന്നൊക്കെ പറഞ്ഞൊക്കെ മാധ്യമത്തിന്റെ മുമ്പിലോട്ട് ഹൈ നാണം കെട്ട വർഗങ്ങൾ. ഇവർ വിചാരിച്ച കേരളം ഏറ്റെടുക്കുന്നു. അപ്പൊ ആ ഊളകൾക്ക് മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ ആ കമന്റ് ഒക്കെ ഒന്ന് പോയി നോക്കാൻ വേണ്ടി പറ കേട്ടാ. ഞാൻ ചോദിക്കട്ടെ, 1072 ആ പുള്ളി അവിടെ നിന്ന് എങ്ങനെ ഇവൻ വന്നിട്ട് ഇങ്ങനെ പച്ച കളവ് പറയാൻ ഉദ്ദേശിക്കും? ഇവരെന്താ അത്ര വലിയ ഇതാണെങ്കിൽ അഭിമാനിയാണെങ്കിൽ എന്താ പറയണതാ? 72 ദിവസം ഏകദേശം അവിടെ നിൽക്കുമ്പോൾ ഈ മനാഫിന്റെ ചെലവുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് തീർക്കണോ? നീ ആദ്യം അവനോട് ചോദിക്കുക എത്ര രൂപ നിനക്ക് കാശ് ചെലവായിട്ടുണ്ട്, എന്നിട്ട് ആ കാശ് മുഴുവൻ കൊടുക്കണം. ഇവനിക്കെതിരില്ല പച്ച കളവ് വിളിച്ച് നീ പറയുമ്പോ മനസ്സിലായ? നിന്റെ സംഘി മനോഭാവ പുറത്ത് ചാടിയത്. സംഘി മനോഭാവം വേറൊന്നുമല്ല ഇതിനകത്തുള്ള വിഷയം. അവിടെ ഏതൊരു സംഘി അതിന്റെ തലേന്ന് പോയി എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്, ന്യൂസ് ചാനൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിഷമ നീ അവര് വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോഴാണ് നീ ഇവിടെ വന്നിട്ട് വലിയ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിട്ട് രാജ്യത്തെ ബാധിക്കുന്ന എന്തോ വിഷയം പോലെ അങ്ങ് പറഞ്ഞു. അതിന് കുറെ ഊള മാധ്യമങ്ങളും അങ്ങ് പോയിട്ട് എല്ലാം ആർക്കറിയണോ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ലൈവായി നോക്കിക്കണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ മനാഫി ആ സമയത്തൊക്കെ മാധ്യമത്തിനൊക്കെ വിളിച്ചു വാ എനിക്കൊരു ബൈറ്റ് തരാണ്ടെന്ന് പറഞ്ഞിട്ടാണോ മനാഫി നിങ്ങളോടൊക്കെ പറഞ്ഞത്? അല്ലല്ലോ. നിങ്ങൾ പോയിട്ട് മനാഫിന്റെ അണ്ണാക്കിലേക്ക് തിരികിയപ്പോ മനാഫ് ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പക്ഷെ ഇന്നലെ എന്താ ചെയ്തത്? അവൻ നിങ്ങളെ വിളിച്ചു ഈ പച്ച കളവ് പറയാൻ വേണ്ടി, അല്ലേ? അങ്ങനെയല്ല ഉണ്ടായ സംഭവം. സൂളുപ്പ് എന്ന് പറയുന്ന ഈ വർഗത്തിന് ഇവിടെ ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് വലിയ ദുഃഖാ പോലും. എന്ത് ദുഃഖോ? ഒരു ദുഃഖം ആ വർഗത്തിനില്ല കേട്ടാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നലെ ഈ നാടകം കളിക്കൂല. മനസ്സിലായ? കേരളത്തിലെ ഓരോരോ മനുഷ്യന്മാരും ആ പാവം പിടിച്ചവനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് ഒറ്റക്കെട്ടായി നിന്ന് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള എന്താ പറയുക അന്വേഷണം അത് തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുസമൂഹം ഒന്നായി നിന്ന് പ്രഷർ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഇപ്പൊ ഇതൊക്കെ ബോഡിയൊക്കെ കിട്ടി അതൊക്കെ ശവ അടക്കി കഴിഞ്ഞിട്ട് അതിന്റെ ചിത കത്തി എരിഞ്ഞ് അമർന്നിട്ടില്ല. അതിന് മുമ്പ് കുളിച്ച് പൗഡർ ഇട്ടിട്ട് ഉളുപ്പ് കെട്ട വർഗങ്ങൾ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ആറാവാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലും നല്ല വേറെ പണിയുണ്ടോ നിങ്ങൾക്ക്? നാണം കെട്ടവര്. എന്നിട്ട് മനാഫിന് നേരെ വലിയ കുറെ കഥകൾ ഇവനൊക്കെ മനാഫിന് അങ്ങ് ചെലവിനോടത്തല്ലേ പറഞ്ഞത് 10-72 സാളെ പോയി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? മനാഫിന്റെ കുടുംബത്തിൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞത്. മനാഫിന്റെ കൊച്ചുങ്ങൾക്ക് അസുഖമായിട്ട് വന്നിട്ട് അവന്റെ ഉമ്മയും അവന്റെ ഭാര്യയും അവനെ വിളിച്ചിട്ടില്ല പോലും. അവർ സ്വന്തമായി കൊണ്ടേ കാണിച്ചത് ഹോസ്പിറ്റലൊക്കെ. എന്നിട്ട് പോലും അവര് എന്താ ചെയ്തത്? അവരെ കൂടെയാണ് നിന്നത്, ആ കുടുംബത്തിന്റെ കൂടെ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെതിരെ സംഘീയ മനോഭാവം മനസ്സിലാകത്ത് വെച്ചിട്ട് പച്ച കളവ് കേരളം വിശ്വസിച്ച് കേട്ടാ. നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളിപ്പോ സെലിബ്രേറ്റ് ആക്കും കേട്ടാ. എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാ, അവൻ സാധാരണ അളിയനല്ല, അവനെ കേരളത്തിന്റെ പൊതുസ്വത്തായിട്ടുള്ള അളിയനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കണം. അതും കൂടി അങ്ങ് ദത്തെടുക്കണം ഗവൺമെന്റ്. കാരണം എന്താ? ഇവനെ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി ഇപ്പം വലിയ ആളായല്ലോ. അപ്പൊ എന്തൊരു വിളിച്ച് പറയാലോ. അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഒരുപാട് ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾ പിന്നെ അപകടത്തിൽ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഉള്ള വികാരം തന്നെ ഇവർക്കുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും ജോലി കൊടുക്കണം. പിന്നെ ഒരു കുടുംബത്തിൽ ആൾക്കാരുണ്ടാവത്തില്ലേ? ലിസ്റ്റ് വേണ്ടിക്ക് ഞങ്ങൾ തരാം. എന്നിട്ട് സർക്കാരിന്റെ ജോലിയെല്ലാം മേടിച്ചിട്ട് ഒരു പറയാ ഇവൻ ഉളുപ്പില്ലാതെ വന്ന് ഛർദ്ദിക്കുക മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട്. ഇവൻ ആര്? സംഘി മനാഫ് എന്നുള്ള പേരാ ഇവന്റെയൊക്കെ പ്രശ്നം. എന്റെ വൈകാരികത വെച്ചിട്ടങ്ങ് കാശുണ്ടാക്കി, യൂട്യൂബ് കാശുണ്ടാക്കി പോലും. ഉളുപ്പ് വേണോ? ഉളുപ്പ് വൈകാരികതയുടെ പുറത്ത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് വെച്ചു? അത് മനസ്സിലാക്കിയാൽ മതി കേട്ടാ. നാണം കെട്ടവനെ കൂടുതലൊന്നും പറയുന്നില്ല.